വസുമതി, ദേവേട്ട വാതിൽ തല്ലി പൊളിക്ക് ദേവേട്ട. എന്റെ മോള് നീ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടാ. അവന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വസുമതി മോളെ. വസുമതി, 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 വസുമതി മോളെ. മോളെ. വസുമതി, എനിക്ക് എന്താ പറ്റിയേ? എന്റെ ഇന്റർവ്യൂ എന്തായി? ഇനി എവിടുന്നാ മോളെ ഇന്റർവ്യൂ? ആ കള്ളൻ നിന്നെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സമയത്ത് ദേവൻ തമ്പുരാൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടേനെ. ഇതുകൊണ്ടാ നമ്മുടെ ദേവൻ തമ്പുരാൻ പറയാറുള്ളത്, നമ്മുടെ പ്രജകളെ ആരെയും പുറത്തേക്ക് അയക്കരുതെന്ന്. വാസുദേവേട്ട, ഇനിയിപ്പോ ഏതായാലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവാധീനം കൊണ്ട് വസുമതിക്കൊന്നും സംഭവിച്ചില്ല. ഏതായാലും ഇനി വസുമതി ആര് ഇന്റർവ്യൂവിന് വിളിച്ചാലും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇനി നമ്മുടെ കമ്പനി തന്നെ ജോലി ചെയ്താൽ മതി. ദേവേട്ടനോട് ഇവരെ അടുക്കരുതെന്ന് കരുതും തോറും അതിന് വിപരീതമായിട്ടാണല്ലോ നടക്കുന്നത്. എന്ത് പരീക്ഷണ ഇത്? മോളെ വസുമതി, ആദ്യം നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. എനിക്ക് മോളെ, എനിക്ക് അമ്മേ പതുക്കെ കുറച്ചൊന്ന് സഹിക്കടാ, സഹിക്കേ. അമ്മേ അമ്മ. ഇങ്ങനെ തല്ല് വാങ്ങി കൂട്ടാനാണോ നീ പോയത്? എന്തൊരു കഷ്ടാന്ന് നോക്കണേ. നമ്മള് വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ലല്ലോടാ. അയ്യോ അമ്മേ പതുക്കെ. അയ്യോ അയ്യോ. എത്ര നേരം ഇങ്ങനെ എണ്ണയും തേച്ച് തിരുമിക്കൊണ്ടിരിക്കും? ഇന്നലെ കിട്ടിയത് ഇതുവരെ മാറിയില്ലേ? ഇത് ഇന്ന് പുതിയതായിട്ട് കിട്ടിയതാ അമ്മേ. എവിടെ വീണത്രേ. എന്താണോ എന്തോ എന്റെ മോന് തന്നെ ഇങ്ങനെയൊക്കെ വരുന്നത്. നീ ഇതെവിടെ പോയി വീണടാ? എങ്ങനെയാ വീണേ? സൂക്ഷിച്ചു പോണോന്ന് അറിയില്ലായിരുന്നോ? ഇത് കേട്ടാ ഞാൻ മനഃപൂർവ്വം ചെന്ന് വീണാണെന്ന് തോന്നുമല്ലോ. പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിചാരിക്കുന്നൊന്ന് നടക്കുന്ന വേറൊന്ന്. അങ്ങനെ നീ എന്താ വിചാരിച്ചത് നടന്നത്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ വേദനിക്കുന്നമ്മേ. ഈ എണ്ണ ഒന്നിനും കൊള്ളില്ല. ആ സ്പ്രേ എടുത്ത് അടിക്ക്. ഇത് താഴെ വീണതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇതാരോ താങ്ങിയതാന്നാ തോന്നുന്നേ. ഇന്നലെ ചാട്ടവാറടി, ഇന്ന് വേറെ ആരോണ്ടോ അടിച്ചിരിക്കുന്നു. എത്ര തല്ലുകൊണ്ടാലും നിന്റെ ബുദ്ധി നന്നാവില്ലല്ലോ. എന്താ അമ്മ ഇത്? എന്റെ കുഞ്ഞിങ്ങനെ വേദന കൊണ്ട് പൊളയുമ്പോഴാണോ അമ്മ അവനിങ്ങനെ കളിയാക്കുന്നേ? കളിയാക്കാൻ ഇതിൽ എന്തിരിക്കുന്നു ചെറിയമ്മേ? ഇന്ദു അമ്മ പറഞ്ഞ സത്യമല്ലേ? ഞങ്ങള് പറയുന്നതാണോ വലിയ കാര്യം? പകരം മോന്റെ ചിന്താഗതിയിൽ ഒരല്പം മാറ്റം വരുത്തിയാ പോരെ? അജയൻ അങ്ങനെയൊക്കെ പറയാം. സമയം അങ്ങനെയാണല്ലോ. ദേവനോടും വൈദേഹിയോടും കൂടി വരാൻ പറ. അവരെ കൊണ്ടും പറ്റുന്ന പറയട്ടെ. ഞാൻ എല്ലാം കേട്ടോളാം. പുതിയതായിട്ട് തുടങ്ങുന്നതിലും കൂട്ടത്തോടെ അങ്ങോട്ട് കഴിയട്ടെ. അയ്യോടാ, ഒരു പാവം മനുഷ്യൻ. വായിൽ വിരൽ വെച്ചാലും കടിക്കാൻ അറിയില്ല. ചുമ്മാതല്ല എല്ലാവരും നിന്നെ എടുത്തിട്ടടിക്കുന്നേ. ഇതൊന്നും നിനക്ക് കിട്ടിയാ പോരാ. ശരിക്ക് ഇരിപ്പത് വല്ലതും കിട്ടണം. അപ്പോഴേ നീ പഠിക്കൂ. എന്നാലും ഇവൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പോട്ടടാ. രാജഗുരുക്കള് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ നോക്ക്. ഗുരുക്കള് വരുന്നുണ്ടെന്നോ? എപ്പോഴാ? വിഷുവിന്റെ അന്നാ. പഞ്ചാംഗം വായിച്ചു നോക്കി നടക്കാനിരിക്കുന്നതൊക്കെ വിശദമായിട്ട് പറയൂത്രേ. അമ്മേ
എന്ത് പറ്റിയടാ? വേദനിക്കുന്നു എന്തു അമ്മേ? അയ്യോ വയ്യേ. വേദനയുണ്ട്, പതുക്കെ തേച്ചു കൊടുക്ക്. പതുക്കെ തന്നെ തേക്കുന്നേ. എണ്ണ തേച്ചാലും വേദനയാ, തേച്ചില്ലെങ്കിലും വേദനയാ. അതാണ് നരകയാതന. അതിരിക്കട്ടെ എന്തു അമ്മേ, ഗുരുക്കള് ഹിമാലയത്തിലായിരുന്നില്ലേ? പുതുവത്സരത്തിന്റെ അന്ന് വരുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞത്രേ. ഇനിയുള്ളത് എങ്ങനെയാന്നും പറയാനാ വരുന്നേ. ഗുരുക്കള് വരുന്നത് എന്തായാലും നന്നായി. അദ്ദേഹം പറഞ്ഞത് ഇന്നു വരെ തെറ്റിയിട്ടില്ല. അതെ അജയ, അക്ഷരം പ്രതി അതൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിൽ ഗുരുക്കൾ വരട്ടെ. അദ്ദേഹം വന്ന് പറഞ്ഞാലെങ്കിലും ഇവിടെ ചിലരുടെ സ്വഭാവത്തിനൊരു അടക്കമുണ്ടായിരിക്കും. കുറേയേറെ സത്യങ്ങളും പുറത്തേക്ക് വരും. ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വരുവാണെങ്കിൽ ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പാ. നീ അതെന്താച്ചാ നോക്ക്. ശരി എന്തു അമ്മേ? ഒന്ന് ക്ഷമിക്കുമോ? എന്ത് നാടാ ഇത്? സുഹാസിനി, ഇവനെ കൊണ്ട് സഹി കെട്ടു. ആത്തേക്ക് എങ്ങാനും കൊണ്ടുപോ. നടക്ക്. ഭൂമി പോയിരിക്കേ. നമ്മുടെ കുടുംബത്തിന്റെ അനന്തരാവകാശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മാത്രമായിരിക്കും ശരി. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ വംശം അറ്റുപോവാതെ ഒരു കുഞ്ഞി വീട്ടിൽ ജനിക്കാൻ പോയല്ലേ എന്തു അമ്മേ? അതെത്ര വലിയ ഭാഗ്യം. മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാ. നോക്കിക്കേ, കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ശുഭലക്ഷണോ എന്റെ കാല് തിരിച്ചു കിട്ടിയത്. ഗുരുക്കൾ ഇതൊക്കെ തന്നെയാവും പറയാ. എന്തായാലും ഗുരുക്കൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചില ക്ഷുദ്രജീവികള് വായി തോന്നിയത് വിളിച്ചു പറയുന്നത് നിർത്തിക്കോളും. എന്താ ചെയ്യാ വരണേ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഹിമാലയത്തിലേക്ക് സ്ഥലം വിട്ടത് അവിടെ പോയി സമാധി ഇരിക്കാനല്ലേ? പിന്നെയും എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നേ? ആ വഴി അങ്ങ് പോകുന്ന കരുതിയത്. വിഷുവിന്റെ അന്ന് തിരിച്ചു വരുമത്രേ. അയാളെങ്ങാൻ ഇങ്ങോട്ട് വന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ നല്ല തീരുമാനം പറയും. അത് അനുവദിച്ചുകൂടെ വരണേ? രാജഗുരുക്കളുടെ വാക്ക് രാജശാസനമാണ്. പിന്നെ നമ്മൾ ആ കുഞ്ഞിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അയാള് പറയുന്ന ഓരോ വാക്കുകളും ഇത്രയും നാളത്തെ നമ്മുടെ കഷ്ടപ്പാട് വെള്ളത്തിലാക്കും. അമ്മ നമ്മുടെ കഷ്ടപ്പാട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ പറ്റിയാ ഞാൻ ചിന്തിക്കുന്നേ. വല്യച്ഛനെയും അമ്മായിയെയും നമ്മൾ കൊന്നുകളഞ്ഞു. രാജഗുരുക്കൾ വന്ന ആ മരണങ്ങൾ എങ്ങനെയാ സംഭവിച്ചെന്നറിയും. അതോടെ നമ്മൾ പിടിക്കപ്പെടും. സംസാരിച്ചൊരു തീരുമാനത്തിലാവാന്ന് വെച്ച ഊർമിള അവിടെ കുരുടിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ എങ്ങനെയാടാ ഈ കടമ്പ ഒന്ന് കടക്കുക? ചന്ദ്രിക നമ്മളെ സഹായിക്കും അമ്മേ. അവളെ ഒന്നിനു കൊള്ളില്ലടാ. കഴിഞ്ഞ ദിവസം ദേവനെ കിഡ്നാപ്പ് ചെയ്ത് വൈദേഹിയുടെ കൈകൊണ്ട് മരിച്ചില്ലെന്നേ ഉള്ളൂ. അത് നമുക്കെന്തിനാ? ഇപ്പോഴും വൈദേഹിക്ക് പണി കൊടുക്കണമെങ്കിൽ അവൾ ഇറങ്ങി പുറപ്പെടും. അവസാന ശ്വാസം വരെ ചന്ദ്രിക പക തീർക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ടത്. പറയ് വരുൺ, എന്താ ഊർമിളയുടെ കാഴ്ച പോയെന്ന് കേട്ടു? അത് ശരിയാ ചന്ദ്രിക. ചന്ദ്രികക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ. ഊർമിളയുടെ കാഴ്ചയും പോയി. അവളെ ഇനി ഒന്നിനും കൊള്ളില്ല. എന്നുവെച്ചാ ആ വൈദേഹിയെ തൊട്ട് കളിച്ച അത് തിരിഞ്ഞു ഫലിക്കുമെന്നാണോ? എനിക്കെന്റെ പൊന്നു മോളെയാ നഷ്ടപ്പെട്ടത്. അപ്പൊ ഊർമിളയുടെ കാഴ്ച നഷ്ടപ്പെട്ടതിൽ അതിശയിക്കാനില്ല. കഴിഞ്ഞു പോയതിനെ പറ്റി എണ്ണിപ്പറക്കാനല്ല ഞാൻ ഫോൺ ചെയ്തത്. നടക്കാനിരിക്കുന്ന ചിലതൊക്കെ തടയാനാണ്. എന്താണത്? വരുന്ന വിഷുവിന്റെ അന്ന് രാജഗുരുക്കൾ കൊട്ടാരം വീട്ടിലേക്ക് വരുന്നുണ്ട്. അയാള് വന്ന സത്യമെല്ലാം പുറത്താവും. അയാള് പറയുന്ന സത്യങ്ങളിലെല്ലാം കുറ്റക്കാരായി നമ്മളാ ഉണ്ടാവുക. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. നടക്കരുത് ചന്ദ്രികേ. രാജഗുരു ഈ വീട്ടിലേക്ക് വരരുത്. വന്നാലും അയാള് വാ തുറക്കരുത്. ഞങ്ങളിവിടെ എന്ത് ചെയ്താലും അതെല്ലാം വൈദേഹി അറിയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ടും നടക്കുന്നില്ല. അതുകൊണ്ടിനി
ചന്ദ്രിക വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും. എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ ചന്ദ്രിക. രാജഗുരു ഒരക്ഷരം പോലും പറയരുത്. ശരി, കാര്യം ഞാൻ ഏറ്റു. ഇരുളടഞ്ഞ കാരാഗൃഹത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നതിന്റെ നന്ദി സൂചകമായിട്ട് മാത്രമല്ല, ആ ദശരഥ രാമവർമ്മയുടെ കുടുംബം നശിക്കണം. അങ്ങനെ മരിക്കും മുമ്പ് എന്റെ പ്രതികാരവും തീർക്കണം. അതുവരെ എനിക്ക് കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. ഇത് ഞാൻ നോയിക്കൊള്ളാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. ചന്ദ്രിക നോക്കിക്കോളാന്ന്. ഇനി അവള് നോക്കിക്കോളും. നീ ഇത് കണ്ടായിരുന്നോ? മോർണിംഗ് 2x, ഒരു ഗ്ലാസ് പാലും പിന്നെ ടിഫിനും, 10 മണിക്ക് ജ്യൂസ്, വീണ്ടും 12 മണിയാവുമ്പോ ദേവേട്ടാ മതി. ഡോക്ടർ ഒരു വട്ടം പറഞ്ഞതല്ലേ, ദേവേട്ടൻ എന്തിനെങ്ങനെ 100 വട്ടം പറയുന്നേ? എപ്പോഴൊക്കെ എന്തൊക്കെ കഴിക്കണമെന്നും എന്തൊക്കെ കുടിക്കണമെന്നും എനിക്കിപ്പം മനപ്പാടാക്കിയ മാത്രം പോരാ, സമയത്തെല്ലാം കൃത്യമായിട്ട് കഴിക്കുകയും വേണം. ഇത് തിങ്കളാഴ്ചത്തേക്ക് മാത്രമുള്ളതാ. ചൊവ്വാഴ്ചത്തേക്ക് ഈ മെനു മുഴുവൻ മാറും. അയ്യോ മതി ദേവേട്ടാ. അവിടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ടല്ലോ, ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ഒരുപക്ഷെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും ദേവേട്ടൻ വെറുതെ വിടില്ലല്ലോ. ദേവേട്ടൻ എന്നോട് എപ്പോ എന്ത് കഴിക്കാൻ പറഞ്ഞാലും ഞാനത് അപ്പ കഴിച്ചോളാം. എന്ത് തന്നാലും അത് മുഴുവൻ കുടിച്ചോളാം. അതുപോരെ? ഇതൊക്കെ എന്തിനാ ഇത്രയും വട്ടം പറയുന്നത് ദേവേട്ടാ? ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ. ഈ മാസം മുതൽ ബേബി പെട്ടെന്ന് വളരും അത്രേ. ആ വളർച്ച ശരിക്കും നടക്കണമെങ്കിൽ നീ നന്നായിട്ട് കഴിച്ചേ മതിയാകൂ. മനസ്സിലായോ നിനക്ക്? അതെനിക്ക് മനസ്സിലായി ദേവേട്ടാ. അതിരിക്കട്ടെ, ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് പോലെ നീ മാതളത്തിന്റെ ജ്യൂസ് കുടിച്ചായിരുന്നോ? കുടിക്ക്. എനിക്കൊരു സംശയം. ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ കഴിച്ചാ നമ്മുടെ ഉണ്ണിമോളുടെ അവസ്ഥ എന്താവെന്നറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഗുണ്ട് പോലെ വണ്ണം വെക്കും. അപ്പൊ ദേവേട്ടന് കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്നോട് എന്തിനാ ഇത്രയും വണ്ണം വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ വന്നേക്കരുത്. നീ വണ്ണം വെക്കൊന്നുമില്ല. അഥവാ വണ്ണം വെച്ചാൽ തന്നെ അതെങ്ങനെ കുറയ്ക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട. ശരി ദേവേട്ടാ, ഈ തൊലിയൊക്കെ ഞാനെടുത്ത് പുറത്തു കളഞ്ഞിട്ട് പിന്നെ വന്ന് കുടിച്ചോളാം. അതൊക്കെ ചെയ്യാനേ ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടല്ലോ. ദേവേട്ടാ, കഴിച്ചാ മാത്രം പോരാ, ശരീരമൊക്കെ ഒന്ന് അനങ്ങണ്ടേ. അതിന് കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യണമെന്നും ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ദേവേട്ടൻ മറന്നുപോയേ? ആയിക്കോട്ടെ. അപ്പോഴേ നീ പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ജ്യൂസ് കുടിച്ചോണം. ഞാൻ കുടിച്ചോളാം എന്റെ ദേവേട്ടാ. അമ്മേ, കുഞ്ഞുവാവേ, സുഖായിരിക്കുന്നോടാ? സുഖമായിരിക്കുന്നു അമ്മേ. നീ അച്ഛന്റെ വാശിയുണ്ടോ? ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് ഏത് നേരവും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചോണ്ടിരിക്കുക. എന്റെ കുഞ്ഞുവാവയ്ക്ക് എന്താ കൊടുക്കണ്ടെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ വയറ് നിറച്ചു കഴിച്ചാ നിനക്ക് കിടന്നു കളിക്കാൻ വയറിനകത്ത് സ്ഥലം ഉണ്ടാവോ? അമ്മ എന്ത് കഴിച്ചാലും എനിക്കൊന്നും പറ്റില്ല അമ്മേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിച്ചു. അമ്മയോടൊരു കാര്യം പറയണം. എന്താ വാവേ, വീണ്ടും വല്ല അപകടങ്ങളും വരാനിരിക്കുന്നുണ്ടോ? ഉണ്ടമ്മേ. അതെന്താ കുഞ്ഞുവാവേ? എന്തായാലും അമ്മയോട് പറയേ. അച്ഛനെ കുറിച്ച് ഞാനൊരു ദുസ്വപ്നം കണ്ടില്ലേ, അത് വലുതുമാണോ? അതൊന്നും അല്ല അമ്മേ. രാജഗുരുക്കളെ എന്തോ ചെയ്യാൻ പോവാ. വിഷുവിന്റെ അന്ന് രാജഗുരുക്കൾക്ക് എന്തോ അപകടം പറ്റും. എന്താ മോളെ ചെയ്യാൻ പോകുന്നേ? അതെന്താന്ന് എനിക്ക് അറിയില്ല അമ്മേ. അറിയില്ലേ? രാജഗുരുക്കളെ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവരോട് അദ്ദേഹം എന്ത് പാപ ചെയ്തു?
കുഞ്ഞുവാവ് ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് രാജഗുരുക്കളെ അപകടപ്പെടുത്താനായിട്ട് ഇരിക്കുകയാണെന്ന്. അങ്ങനെയാണോ? എന്താന്ന് വല്ലതും പറഞ്ഞോ? അതെന്താണെന്ന് കുഞ്ഞുവാവയ്ക്ക് അറിയില്ല. പാവം, നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രം ചിന്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു ദേവേട്ട? ഇങ്ങനെ നല്ലവരെ ഉപദ്രവിക്കുന്നതാണല്ലോ ഈ ക്ഷുദ്രജീവികളുടെ പണി. അദ്ദേഹം ഈ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കാനാ അന്നിവിടെ വരുന്നത്. അതുകൊണ്ട് ഇവർക്കൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഉറപ്പായിട്ടും അത് ഇവർക്ക് പ്രശ്നം തന്നെയല്ലേ ദേവേട്ട? അത് ശരിയാ, സത്യങ്ങൾ പുറത്തു വരുമല്ലോ. നടന്ന കാര്യങ്ങളും നടക്കാനിരിക്കുന്നതും ഇപ്പൊ നടക്കുന്നതും എല്ലാം സത്യമായിട്ട് ഗുരുക്കളങ്ങ് പറയൂ. അങ്ങനെ പറഞ്ഞ ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പുറത്തു വരില്ലേ? എന്നത് മാത്രമല്ല, ഗുരുക്കൾ നമ്മുടെ കുഞ്ഞൊരു ശാപമല്ല, ഭാഗ്യാണെന്ന് പറഞ്ഞാലോ. പിന്നെ ഈ വീട്ടിൽ ഇവരുടെ കളികൾ നടക്കില്ലല്ലോ. വാ തുറക്കാൻ പോലും അവർക്ക് പറ്റാതാവും. അതുകൊണ്ടായിരിക്കും ഗുരുക്കളുടെ വായടയ്ക്കാൻ വേണ്ടി എന്തോ ചെയ്യാൻ പോകുന്നേ. ഇത് വായടയ്ക്കുന്നത് മാത്രമല്ല, അപകടം ഉണ്ടാവുന്ന തന്നെയാ കുഞ്ഞുവാവ പറഞ്ഞത്. അവര് മഹാദുഷ്ടരാ ദേവേട്ട, എന്ത് ചെയ്യാനും മടിക്കില്ല. പക്ഷെ അവരറിയുന്നില്ലല്ലോ. അവർ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും നമ്മൾ അതിവിടെ അറിയുന്നുണ്ടെന്ന്. അവരുടെ കളി ഇനി ഇവിടെ നടക്കില്ല വൈദേഹി. ഗുരുക്കളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ പെട്ടെന്ന് എന്തേലും ചെയ്യണം. ഗുരുക്കളെ ഈ വീട്ടിലേക്ക് വരണം, സത്യങ്ങൾ തുറന്നു പറയണം. അപ്പൊ മാത്രമേ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവൂ. ഗുരുക്കൾക്ക് പ്രണാമം. അങ്ങയുടെ ഹിമാലയാത്രയൊക്കെ ഭംഗിയായി കഴിഞ്ഞോ? അങ്ങ് ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഗുരുക്കളെ. അമ്പലത്തിൽ പഞ്ചാംഗ പാരായണത്തിന് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പഞ്ചാംഗ പാരായണമല്ല, ആദ്യം ഭഗവതിയുടെ പൂജ നടത്തണം. ഹോമത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ആയിക്കോട്ടെ ഗുരുക്കളെ. അപ്പൊ പഞ്ചാംഗ പാരായണം അത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. ഇപ്പൊ ഭഗവതിയുടെ സന്നിധിയിൽ ദശരഥരാമവർമ്മയുടെയും അനുജത്തിയുടെയും മരണം തൊട്ട് ഇനിയും ജനിക്കാത്തൊരു ചോരക്കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും നല്ലൊരു പാഠം പഠിപ്പിക്കണം. ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി ഭാവി പ്രവചനം നടത്തേണ്ടത് ആ സന്നിധിയിലാണ്. ഹോമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കട്ടെ. ഞാൻ സ്നാനശുദ്ധിയോടെ അവിടെ എത്താം. അങ്ങനെ ആവട്ടെ ഗുരുക്കളെ. എടാ, രാജഗുരുക്കൾ ഇവിടെയായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടുന്ന് അയാൾ ദശരഥരാമവർമ്മയുടെ വീട്ടിൽ പോകരുത്. അന്വേഷിക്ക്, എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക്. അമ്പലത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പണി കഴിഞ്ഞിരിക്കണം. രാജഗുരുക്കളെ നമ്മളുടെ അടിമയാക്കണം, ശിഷ്യന്മാരോടൊപ്പം. ശരി മാഡം. ആ കുടുംബത്തിപ്പോൾ ആളിക്കത്തുന്ന തീ ഇയാളുടെ ഒരൊറ്റ വാക്കുകൊണ്ട് അണഞ്ഞുപോകും. അങ്ങനെ ഒരിക്കലും നടക്കരുത്. ആ കുഞ്ഞൊരു ശാപമായി വയറ്റിൽ വെച്ച് മരിക്കണം. അതിന് രാജഗുരുക്കൾ അവിടേക്ക് ചെല്ലാൻ പാടില്ല. ചെന്ന് അയാളെ പിടിച്ചോണ്ടോ. ഓക്കെ മാഡം. മാഡം, ശിഷ്യന്മാർ ഇവിടെ ഉണ്ട് മാഡം. ഒത്തിരി മെനക്കെടാതെ കാര്യം കഴിഞ്ഞെന്ന് തോന്നല്ലോ. ഒന്നിച്ചു ചെന്നാൽ സംശയം തോന്നും. ആദ്യം ഞാൻ ചെന്നവരെ ഹാൻഡിൽ ചെയ്തോളാം. നീ ഇവിടെ നിൽക്ക്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രണാമം. പ്രണാമം. രാജഗുരുക്കൾ എവിടെ? എന്തിനാ? ഞാനും കൊട്ടാരം വീട്ടിൽ അങ്ങൻ തന്നെയാ.
ഒരു പ്രശ്നത്തിന് പരിഹാരം ചോദിക്കാനാ. ഗുരുക്കളെ ഒന്ന് കാണണമായിരുന്നു. രാജഗുരുക്കള് ഗുരുക്കൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്ത്? രാജഗുരുക്കൾ ഇനിയും എത്തിയിട്ടില്ലേ? എത്തിയിട്ടില്ല. ഹിമാലയത്തിൽ നിന്ന് വന്നോണ്ടിരിക്കുക. ഇതുവരെ എത്തിയിട്ടില്ല. ഓ, എത്തിയില്ല അല്ലേ? ശരി. അതെന്താ? ഗുരുക്കൾ എത്തിയിട്ടുണ്ടല്ലോ, വന്നില്ലെന്ന് പറഞ്ഞെന്തിനാ? കൊട്ടാരം വീട്ടിലെ ആളാണെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ. പക്ഷെ ഇവർക്കിപ്പോ ആ കുടുംബമായിട്ട് ശത്രുതയാ. ഗുരുക്കൾ എവിടെയെന്ന് ചോദിക്കുന്നത് ഒരിക്കലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ഇക്കാര്യം ആദ്യം ഗുരുക്കളെ അറിയിക്കണം. എന്തു പറ്റി മാഡം? അവന്റെ ശിഷ്യന്മാരെന്നോട് കളവ് പറഞ്ഞു. നമ്മള് കാരണം ഗുരുക്കൾക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മിടുക്കന്മാര്. ഹിമാലയത്തിൽ നിന്ന് പോലും വന്നില്ലെന്നാ പറയുന്നത്. ഈ ശിഷ്യന്മാരാണ് ഗുരുവിന്റെ രക്ഷാകവചം. ഇവന്മാരുടെ അടുത്തുനിന്ന് ഗുരുക്കളെ പുറത്തു കൊണ്ടുവരണം. അതിനെന്താ ചെയ്യണ്ട മാഡം? ആദ്യം അവരുടെ സംശയം മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ കളി തുടങ്ങാൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ആയിക്കോട്ടെ മാഡം.